ഹായ് ഗായ്സ്, ഇന്നിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു പ്രാങ്ക് ചെയ്യാൻ പോവാ. നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിലേക്കകത്ത് ഒരു ഫാമിലി വ്ലോഗ് എന്നുള്ള രീതിക്ക് നമ്മളങ്ങനെ പ്രാങ്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ എവിടെയോ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വരുന്നതിന് മുന്നേ നമുക്കൊരു പ്രാങ്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ചുമ്മാ ഒന്ന് ദേഷ്യം പിടിപ്പിച്ച് നോക്കാം. എന്താവെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ചിലപ്പോൾ അടിയിടി ആവുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇവിടെ ട്രക്കിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ ആൾക്കാരാണ് നമുക്ക് വണ്ടി തടയാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അതൊക്കെ വണ്ടി തടയാൻ വേണ്ടി നിൽക്കാറ്. റോഡിന് നടുക്ക് സംഭവം ചടിക്കാനുള്ള നമുക്ക് ട്രക്കിംഗ് കാണുന്നുണ്ടെങ്കിൽ അവിടെ പോവാം. ഇതിന്റെയൊക്കെയാണ് തോന്നുന്നത് ഫാമിലിക്കൊക്കെ കൗൺസിലിൽ വരുന്നുണ്ട്, അവര് വരുന്നുണ്ട്, പല കൃഷ്ണ എന്ത് ചെയ്യും? ഇച്ചിരി വെള്ളം തന്നെ മൊത്തം മാറി വെച്ചിട്ടല്ലോ. കൃഷ്ണയുടെ പണിയാണോ ഇതല്ല? തന്നെ ഇട്ടേ മൊത്തം മാറി വെച്ചിട്ടല്ലോ. അടപ്പേരി പോലെ അടപ്പേരി കുഞ്ഞിന് മരുന്ന് കൊടുത്തോടി. ആരും കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിന് മരുന്ന് കൊടുത്തോന്നല്ലേ എന്നോട് ചോദിച്ചു. പിന്നെ നീ എന്നാ പിന്നെ ആർക്ക് കൊടുത്തത്? മിഠായി സാടാ എന്നാ നീ മരുന്ന് കുടിച്ചോ? ഇവക്ക് മരുന്ന് കൊടുത്തോ? കൊടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാ പോരാ. ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് എടുത്തു കുടിക്കല്ലോ. ഞാൻ കണ്ടില്ല കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുന്നത്. എടുത്തു കുടിക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന് കയറിയപ്പോ എന്നോട് വെള്ളം എടുക്കാൻ വേണ്ടി അപ്പോഴും എന്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നല്ലേ. അത്ര താവണെങ്കിൽ പോയി കുടിക്കല്ലായിരുന്നു. കുഞ്ഞിനെ അവിടെ മാറ്റി കിടത്താൻ കരച്ചു. അവള് കിടത്തുന്നില്ല, അവൾക്ക് പനിയല്ല, വാശിയ. എന്നാ വാശി? കുഴപ്പമില്ല, ഞാൻ കഴിച്ചില്ല കേട്ടോ. വെള്ളം തരാൻ പറഞ്ഞപ്പോ നമുക്ക് എങ്ങും ഇല്ലാത്ത ഇതാണ്. എണീച്ച് പോയി വെള്ളം കുടിക്കാൻ. നിനക്ക് പറ്റത്തില്ല, നീ പറ്റത്തില്ല, നീ ഞാൻ നിർത്തിയത്. നീ കൂടുതൽ എന്നെ കുടിപ്പിക്കാതെ കുടിക്കുന്നില്ല. എന്തായാലും കേസൊക്കെ വരും. എന്നോട് നീ പറ വെള്ളം ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഞാൻ നീ എന്നെ മൂന്ന് തന്നെ അങ്ങനെ കൊച്ചിനെ വെച്ചോട്ട് പിടിച്ചോണ്ടങ്ങിരുന്നാൽ വേറെ വഴി. കൃഷ്ണ പറഞ്ഞതെല്ലാം എടുത്തോണ്ട് പോയിക്കേ. അവളെടുത്തു തന്നെ എനിക്ക് വെള്ളം. തന്നെ കുടിച്ചാൽ കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. തന്നെ കുടിക്കാം, തന്നെ കുടിക്കും. പിന്നെ നിനക്ക് തന്നെ പണി. നിന്നോട് പിന്നെ വെള്ളം വെള്ളം അങ്ങോട്ട് എടുത്തു തന്നാണ് നിന്റെ കൈ നമ്പോ. ഞാൻ വേണം കൊച്ചിനെ എന്റെ വീട്ടിൽ തരാമല്ലോ. നിനക്ക് വെള്ളം എടുത്ത് തരാമല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. മോനോട് വന്നില്ല ഇങ്ങോട്ടോ എവിടെ വന്നില്ലേ? ഇല്ല, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ. എന്റെ കൊച്ചുണ്ടോ? അവളെ എനിക്ക് വെള്ളം ഉണ്ടോ? ആരുടെ സ്വഭാവം എന്റെ അമ്മയ്ക്ക് ഒരു പണി ചെയ്യത്തില്ല, ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നീ രാവിലെ തൊട്ട് നീ ഇവിടെ മറക്കുവായോ? അല്ലേ? നിന്റെ അമ്മയ്ക്ക് പിന്നെ ഇവിടെ പണി. നിന്റെ അമ്മ കൊച്ചിനെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവല്ലോ. ഇവിടെ വേറെ വല്ല പണി. അത് നീ അല്ല അത് മാത്രം ചെയ്താൽ മതി. വേറെ ഒരു പണിയും ചെയ്യാം. നാക്കുള്ളതിനകത്ത് ചുമ്മാ ഇരിക്കും എന്ന് വെച്ചാൽ അതുകൊണ്ട് വന്ന് ഞാൻ ഇവിടെ വെളിയിൽ പോയിട്ട് കൊണ്ട് കഴിച്ച് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എതിർ തരേണ്ട കാര്യമുള്ളൂ. നീ ഇത്ര ഡയലോഗ്
എന്നാ നീ അവളോട് പറഞ്ഞു, അവള് പറഞ്ഞ അവക്കുള്ള ബോധം പോലും വിവരം പോലും നിനക്കില്ല. കൊച്ചായിരിക്കും അല്ലെ, പിടിക്കാൻ നല്ല ഏറിയാണ്. ഓ ചുമ്മാ എനിക്ക് തിളക്കം ഈ റിമോട്ടും പിടിച്ച് ടി വി കണ്ട് വെച്ചോണ്ടിരുന്ന മതി. ഇവിടെയാണല്ലേ ഇവിടെയൊക്കെ എന്നാ ചെയ്യണം, നല്ല ഇടിയൊക്കെ ഓ ആ ഇവിടെ നിന്നെ അടിച്ചോ? ആ വെള്ളം വേണ്ടത് എന്തായാലും ഇതുപോലെ നീ പറഞ്ഞിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് കുറെ മലയാളി പെൺകുട്ടികൾ പറഞ്ഞു ഒരു പാട്ട് പാടാം, പാട്ട് പാടാണ്. നമ്മളെ ഏട്ടനെ വെച്ച പണിയായിരുന്നു. അത് കൃഷ്ണയും കൂടി ഏറ്റിട്ടുണ്ട്, ഏറ്റുവാങ്ങിയിട്ടുണ്ട് നമ്മുടെ കൃഷ്ണയും കൂടി. കൃഷ്ണ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, ഭയങ്കരമായിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. നമുക്ക് എന്തായാലും ഏട്ടനെ വിളിച്ച് കാര്യം പറയാം. നേരത്തെ പോയപ്പോൾ ചില സമയങ്ങളൊക്കെ ഒളിച്ച് കഴിയുന്ന നമ്മളെ ചാനലിൽ ഇതുവരെ നമ്മൾ പ്രാങ്ക് ഇട്ടിട്ടില്ല. അപ്പൊ ഒരു പ്രാങ്ക് കൃഷ്ണ അറിഞ്ഞോണ്ടാണോ കൃഷ്ണ? കൃഷ്ണ ഒന്നും അറിയില്ല. പ്രാങ്കാണോ? ഇതാരോ ഫോണൊക്കെ കൃഷ്ണ പ്രാങ്ക് ആയിരുന്നോ? വലിപ്പന്റെ കാണാരി കൃഷ്ണ. കൃഷ്ണന്റെ ഡയലോഗ് ഒക്കെ അപ്പം കൃഷ്ണ അറിഞ്ഞോണ്ട് പറഞ്ഞാണോ? അല്ലാതെ കൃഷ്ണ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ലേ? കൃഷ്ണ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരാൾക്ക് വെച്ച് രണ്ടാൾക്ക് കയറിപ്പോയതാ. അപ്പം ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഞാൻ സത്യം പറയാം, ഞാൻ എപ്പോഴും ഇവരോട് പറയും നമുക്ക് എന്തെങ്കിലും ഒരു പ്രാങ്ക് ചെയ്യാമല്ലോ, പ്രാങ്ക് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാം അമ്മയ്ക്കിട്ട് പ്രാങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാങ്ക് ചെയ്യാനൊന്നും പറയും. അപ്പം ഇന്ന് ലാസ്റ്റ് ഇവര് എന്നെ പ്രാങ്ക് ചെയ്തു. പക്ഷെ അതിന്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ കൃഷ്ണയുണ്ടല്ലോ, കൃഷ്ണയുടെ സ്നേഹം എനിക്ക് മനസ്സിലായി. കൃഷ്ണക്ക് ഇത്രയ്ക്ക് മാത്രം സ്നേഹമുണ്ട് അച്ഛനോടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കൃഷ്ണ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. ഇപ്പം ഞാൻ പ്രാങ്ക് ആയേക്കാട്ടിലും കൂടുതൽ കൃഷ്ണയാണ് പ്രാങ്ക് ആയത് കേട്ടോ. അപ്പം ചുമ്മാ ഇവളിങ്ങനെ ഇളക്കിയപ്പോഴും എനിക്ക് കലിപ്പ് അടിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇവളങ്ങനെ ഇളക്കത്തില്ല. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടുമെന്ന് അറിയാം. ഞാൻ എനിക്ക് ഇത് കഴിഞ്ഞ കുറച്ച് പരിപാടിയൊക്കെ ഉള്ള കാരണം ഞാൻ വലിയ കലിപ്പിടാൻ പോയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് പ്രാങ്ക് ആയിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. കൃഷ്ണ വെളിയിൽ പോയത് കേട്ടോ. ഓക്കെ.